ഹായ് ഹലോ നമസ്കാരം. അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ദിവസത്തെ വീഡിയോ ആണ്. അനുമോളും പൊന്നും പിന്നെ ശനിയാഴ്ച വൈകുന്നേരം അവരെ അനിയൻ വന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഉച്ച സമയത്താണ് കേട്ടോ പോയത്. ഞാൻ അപ്പം മുതലാണ് വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയത്. രാവിലത്തെ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ അടുത്തുള്ള ഒരു ബേക്കറിയിൽ കയറിയിട്ട് ഞങ്ങൾ ചിപ്സൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോയത്. മധുര ചിപ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, മധുരമുള്ളതും ഇല്ലാത്തതൊക്കെ ചിപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോണ വഴിക്ക് വേറെ ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓറഞ്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, പൊന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്കുള്ള ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടാണ് പോയത് കേട്ടോ. വീട്ടിൽ അനിയത്തിയും കുട്ടികളും വന്നിട്ടുണ്ട് കേട്ടോ. അവരും ശനിയാഴ്ച വൈകുന്നേരമാണ് വന്നത്. അപ്പം പിന്നെ അനുമോള് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ പൊന്നൂനും പറഞ്ഞു അന്ന് പോയതല്ലേ, പോകണം, അവിടെ നിൽക്കണം എന്നും പറഞ്ഞു. അങ്ങനെ അവർ രണ്ടാളെയും അനിയനന്ന് വന്ന് കൊണ്ടുപോയതാണ് കേട്ടോ. ഞാനും പിന്നെ വീട്ടിലേക്ക് കുറേ കേട്ടോ പോകണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കണു. അന്ന് മേമയും അനിയത്തി അവരന്ന് വന്ന അതിൽ പോയതാണ് കേട്ടോ. പിന്നെ പോയിട്ടില്ല. അപ്പോൾ ഞാനും അങ്ങനെ പോകണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അനിയത്തി വരുന്നുണ്ട് എന്നും പറഞ്ഞു. അപ്പോൾ എന്തായാലും പോയതാണ് കേട്ടോ. മേമിനോട് വരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കോളേജ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് കുട്ടികൾക്കുള്ള ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചപ്പം ആ ഒരു കടലമിഠായിയും കൂടെ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അനുമോൾ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ കാത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഐസ്ക്രീമൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം അതൊക്കെ കാത്തിട്ടാണ് കേട്ടോ നിൽക്കണേ. ഇപ്പം അവൾ പിന്നെ ഞങ്ങളൊക്കെ കാണാതെ നിൽക്കട്ടോ. വീട്ടിലൊക്കെ പോയി നിൽക്കും. അവൾക്ക് അനിയത്തിനെയും കുട്ടികളെയും പിന്നെ ഏട്ടൻ്റെ കുട്ടിയുണ്ട്, അവരൊക്കെ കിട്ടിയാൽ മതി കേട്ടോ. ആദ്യമൊന്നും അങ്ങനെ നിന്നിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് കുറച്ച് ദിവസം അങ്ങനെ പോയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പം എല്ലാവരും ഓരോരോ തിരക്കിലാണ് കേട്ടോ. കുട്ടികളുണ്ടാവുകൊണ്ട് തന്നെ അമ്മയുടെ പണികളൊക്കെ ബാക്കിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന ടൈമിലാണ് പിന്നെ അമ്മ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പുറത്തടുപ്പിലാണ് വെക്കണേ. അവിടെ തന്നെയാണ് അമ്മ അധികം പാചകം ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ പോയിട്ട് ഉള്ളിയൊക്കെ വാറ്റാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അനിയൻ ഉച്ചവരെ ഉള്ളൂ കേട്ടോ. അവന് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ വന്നിട്ടുണ്ട്. അവൻ വന്ന പാടെ കുട്ടികളൊക്കെ ഓടിച്ചെന്നിട്ടുണ്ട് കേട്ടോ ബൈക്കിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരെയും കൊണ്ട് ഒരു റൗണ്ടൊക്കെ പോയി വന്നിട്ടുണ്ട് കേട്ടോ. അതും കഴിഞ്ഞപ്പം മേലത്തെ വീട്ടിൽ നിന്ന് അവരവിടെ വിരുന്നേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ കുറച്ച് നേരം വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കഴിഞ്ഞിട്ട് വീണ്ടും അടുക്കളയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അടുക്കളയുടെ ആ ഒരു ഭാഗത്തായിട്ടുണ്ട് കേട്ടോ. അനിയത്തിയുടെ മോനാണ്, അവനെ കിച്ചു എന്നാണ് കേട്ടോ വിളിക്കുക. അച്ഛനെ അങ്ങനെയാണ് പേരിട്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ പൊന്നു, പിന്നെ അനു, ആദി, ഇതൊക്കെ അച്ഛന് ഇട്ടതാണ് കേട്ടോ ഈ വിളിപ്പേരുകളൊക്കെ. ഇപ്പോഴും അവരങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. പിന്നെ ഏട്ടൻ്റെ കുട്ടീനെ ചിന്നു എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചിക്കനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാ ചിക്കൻ ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പം ഉള്ളിത്തൈരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അമ്മ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇടിച്ചക്ക ഉപ്പേരി ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പപ്പടം ഇതെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അച്ഛനും പിന്നെ ഏട്ടനും അനിയത്തിയുടെ ഹസ്ബൻഡും പിന്നെ എൻ്റെ ഏട്ടനും അവരെല്ലാം അകത്തിരിക്കുന്നുണ്ട് കേട്ടോ. കോലയിൽ ടേബിളുമ്മ അവിടെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഞാനും അനിയത്തിയും ഏടത്തിയമ്മയും അമ്മയും ഞങ്ങളെല്ലാവരും അതൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. ഞാൻ പിന്നെ പ്ലേറ്റിലാണ് കേട്ടോ ചോറ് കഴിച്ചത്. അമ്മ വയ്ക്കുന്ന ആ ഒരു ചിക്കന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അമ്മ സാധാ മല്ലി വാങ്ങിച്ചിട്ട് അത് പൊടിച്ചിട്ട് അതാണ് കേട്ടോ, ആ പൊടിയാണ് ഉപയോഗിക്കുക. കടയിൽ നിന്ന് വാങ്ങണ അതല്ല ഉപയോഗിക്കുക കേട്ടോ. അമ്മ ആദ്യം മുതലേ അങ്ങനെയാണ്. അപ്പം ആ ഒരു ചിക്കന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പുറത്ത്
ഇപ്പം കുറേ ചെടികളുണ്ട് കേട്ടോ. അടുത്തമ്മ കുറേ ചെടികളൊക്കെ കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മയും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വരുമ്പോൾ അമ്മയും അച്ഛനും അങ്ങനെ എല്ലാവരും ഓരോ ചെടികളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കുറേ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം കാണാനൊരു പ്രത്യേക രസമാണ് കേട്ടോ. മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പം അതൊക്കെ പിന്നെ നമ്മളെ കണ്ണിന് കുളിർമയേകുന്ന കുറേ കാഴ്ചകളല്ലേ അതൊക്കെ ഒരു രസം തന്നെയാണ്. അപ്പം എനിക്കും ഇഷ്ടമാണ് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ പിന്നെ നന്നായിട്ട് നമ്മളിങ്ങനെ നോക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു രാവിലെയൊക്കെ എണീറ്റിട്ടൊക്കെ നമ്മളിങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ കാണുമ്പം അതൊക്കെ ഒരു പ്രത്യേക രാവിലത്തെ ഒരു ദിവസം നമ്മുടെ ഒരു ദിവസം ഉഷാറായിട്ടാണ് ഇങ്ങോട്ട് തുടങ്ങാനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ പുറത്തിങ്ങനെ നിൽക്കുമ്പോൾ അമ്മ ഈ ഒരു ഓരോരോ ചെടികൾ ഇങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ. ജമന്തി കൊണ്ടുപോകണമെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അനിയത്തി കൊണ്ടുപോകണം പറഞ്ഞു, അവൾക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അവിടെ ജമന്തി അധികമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഫസ്റ്റ് കാണിച്ച ജമന്തി അത് ഫുള്ളായിട്ട് പൂവിട്ടിട്ടുണ്ട് കേട്ടോ. അത് അമ്മ പറയുന്നുണ്ട് അത് കുറച്ച് ദിവസമായി അങ്ങനെ പൂവിട്ട് നിൽക്കണമെന്ന് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു മണി പ്ലാന്റൊക്കെ ഇത് അടുത്തമ്മ അവരെ വീട്ടിൽ നിന്ന് കൊടുന്നിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതല്ലാതെ കുറേ ചെടികളുണ്ട്. ഞാനെല്ലാം ഒക്കെ ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ. അന്നത്തെക്കാട്ടിലും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പം. പിന്നെ ഈ കാണുന്ന റോസ അന്ന് ഞങ്ങൾ കടയ്ക്ക് പൂച്ചെടികളൊക്കെ വിൽക്കണ ആ ഒരു കടയ്ക്ക് പോയപ്പം വാങ്ങിച്ചിട്ടുള്ളതാണ്. അതും ഇതാ ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ള കളറ് റോസ, പിന്നെ ഈ ഒരു ചെടി, അങ്ങനെ കുറേ ചെടികളുണ്ട് കേട്ടോ. എല്ലാം പൂക്കൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലൊക്കെ ഉള്ളിത്തോലൊക്കെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മഞ്ഞപ്പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ചെടി, ഇത് ഞാൻ വീട്ടിൽ കൊടുന്നിട്ട് ഇവിടെ കുറച്ച് അധികം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, വീട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പം ചെടികളുടെ പേരൊന്നും കറക്റ്റായിട്ടൊന്നും അറിയില്ല കേട്ടോ. ചെടികളൊക്കെ കുറേ ഉണ്ട്, പക്ഷെ പേരുകളൊന്നും അറിയില്ല. പിന്നെ ഇപ്പം കാണിച്ച വെള്ളപ്പൂവ് വീട്ടിലുള്ള നീല ചെടിയുടെ കേട്ടോ, ആദ്യം എനിക്ക് അതിൻ്റെ പേര് അറിയാമായിരുന്നു. പിന്നെ ഇപ്പം ഞാനത് മറന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതും ഉണ്ട്. പിന്നെ കുറച്ച് ചെണ്ടുമല്ലിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇഷ്ടംപോലെ ചെടികളുണ്ട്. റോട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അനിയൻ ഞങ്ങൾക്ക് എല്ലാവർക്കും മുടിയൊക്കെ വെട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അനിയത്തിക്ക് മുടി വെട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളുടെ വെട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു മെഷീൻ ഉള്ളതുകൊണ്ട് മുടി വെട്ടണ ഈ ഒരു ട്രിമ്മർ ഉള്ളതുകൊണ്ട് അതും കൊണ്ട് വെട്ടിച്ചു കേട്ടോ. പിന്നെ എൻ്റെതും വെട്ടി, പിന്നെ അനുമോളുടെയും വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ വെട്ടി തന്നു. ഞാൻ എൻ്റെ മുടി വെട്ടിയിട്ട് ഇപ്പോൾ കുറേ ആയിട്ടോ. ഞാൻ മുടി വെട്ടാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. എന്താ വെച്ചാൽ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും എന്നുള്ള ഒരു ഇതാണ് കേട്ടോ. അധികം എനിക്ക് മുടി പെട്ടെന്നൊന്നും അങ്ങനെ വളരൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് കാരണം വെട്ടിപ്പോയാൽ പിന്നെ മുടി എൻ്റെ ഒരു ചുരുണ്ട ടൈപ്പ് മുടിയാണ്. അപ്പോൾ അത് വെട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ വളരുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ മുടിയുടെ തലപ്പ് ഭാഗമൊക്കെ നന്നായിട്ട് സ്പ്ലിറ്റ് എൻഡ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ വെട്ടിച്ചു കേട്ടോ, കുറച്ച് വെട്ടിച്ചു. അപ്പോൾ അമ്മ ചീര തൊടിയിൽ നിന്ന് ഇംഗ്ലീഷ് ചീര അത് പറിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മ അത് പറിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞളൊക്കെ അവിടെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സമയം മേളിലത്തെ വീട്ടിൽ കൂടെയൊക്കെ പോന്നിട്ട് ഞങ്ങൾ അയൽപ്പക്കം അതൊക്കെ പോന്നു. ഞങ്ങൾ അന്ന് വന്നപ്പോഴൊന്നും ഇത് കൂടെ ഒന്നും വരാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ പോന്നു. പിന്നെ അച്ഛനൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മേലത്തെ വീടുകളിലൊക്കെ പോയിട്ട് കുറച്ച് നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് നിന്നിട്ടാണ് പിന്നെ പോകുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾക്കൊക്കെ പോകേണ്ട ആ ഒരു ഇതും ആയിട്ടുണ്ടായിരുന്നു. അനിയത്തിക്ക് കുറച്ച് ദൂരം പോകാനുണ്ട്, എനിക്കാണെങ്കിൽ അത്ര ദൂരം ഇല്ലല്ലോ. അനിയത്തിക്ക് എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണയാണ് കേട്ടോ, അവളെ അങ്ങോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അങ്ങോട്ട് പോകണം. അപ്പം അതുകൊണ്ട് പിന്നെ പുറപ്പെടേണ്ട ആ ഒരു കാര്യങ്ങൾക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് അമ്മയുടെ ഒരു അനിയത്തിയുടെ വീടും കൂടെയാണ് കേട്ടോ, ഞങ്ങൾ ഫാമിലിയാണ്. അപ്പം അവിടെയും കുറച്ച് നേരം നിന്നു. അപ്പോൾ ഇവിടെ നിറയെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുത്തു. അപ്പോൾ അത് അധികം പഴുത്ത പാകമൊന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ എപ്പോൾ വരുമ്പോഴും ഒരു ചാമ്പങ്ങ മരം ഉണ്ട് കേട്ടോ, അതിലെപ്പോഴും ചാമ്പങ്ങ നിറയെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പ്രാവശ്യം വന്നപ്പം പിന്നെ അത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല.
പാഷൻ ഫ്രൂട്ട് എന്തായാലും നിറയെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് പിന്നെ കുറച്ച് സമയമൊക്കെ വർത്താനം പറഞ്ഞ് വീട്ടിലേക്ക് വീണ്ടും വന്നു. പിന്നെ ആ തൊടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്മയും ഞാനും കുട്ടികളും ഇറങ്ങിയിട്ടുണ്ട്. പൊന്നു ഇതൊരു ബക്കറ്റും ഒരു വലയൊക്കെ എടുത്തിട്ട് എങ്ങോട്ടാ പോകണമെന്ന് അറിയോ, പാടത്തേക്കാണ് കേട്ടോ. അവിടെ മീൻ പിടിക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ട് പോണേ. അപ്പം ഞങ്ങളുടെ തൊടിയിൽ ഇഷ്ടംപോലെ അരിമുളക് ഉണ്ട് കേട്ടോ. പിന്നെ അതാ ഈ ഒരു ചേമ്പിൻ്റെ തണ്ടും പറിച്ച് കൊണ്ടുപോകണം എന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ, കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം അമ്മ അരിമുളകൊക്കെ അറുക്കുന്നുണ്ട്. പിന്നെ തൊടി നിറയെ അരിമുളകുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഇംഗ്ലീഷ് ചീര ഉണ്ട്, അതും ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ കുറച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അത് മതിയെന്നും പറഞ്ഞു കേട്ടോ. അമ്മ അതവിടെ അരിമുളക് അറുത്തം കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ കുട്ടികൾ അനുമോളും ആദ്യമോളൊക്കെ ഉണ്ട്. പിന്നെ നന്നായിട്ട് കൊതുകുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവിടുന്ന് വേഗം പോന്നു. കണ്ടോ ഈ ഒരു ചീര ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതും കഴിഞ്ഞിട്ടുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ചേമ്പിൻ്റെ തണ്ട് അത് പറിക്കണം. അപ്പോൾ അത് അമ്മ പറിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നേരത്തെ കണ്ട ആ ഒരു ഭാഗത്തു നിന്നല്ല, അതിൻ്റെ ഇപ്പുറത്തുനിന്ന് ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അച്ഛൻ കൊടുന്ന് കുഴിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് അമ്മ പറിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു മീൻകുളം ഉണ്ടാകുന്നു കേട്ടോ. ഞാൻ ആദ്യത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിലിപ്പം മീനൊന്നും ഇല്ല കേട്ടോ. മീനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഓരോരുത്തർ കൊണ്ടുപോയിട്ട് മീനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം മീൻകുളം തന്നെ ഇല്ല കേട്ടോ. അവിടെ ഒരു ചെറിയ കുഴി മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇത് അമ്മ ചീരല്ല ചേമ്പിൻ്റെ തണ്ടൊക്കെ ഒടിച്ചിട്ടുണ്ട്. അപ്പോൾ അനിയത്തിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ മാത്രമാണ് കേട്ടോ കൊണ്ടുവന്നത്. അമ്മ കറി വയ്ക്കാനൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഒരു നേരത്തിന് കറി വെക്കാനൊക്കെ ഇല്ലെങ്കിൽ ഈ ഒരു ചെമ്പിന് തണ്ടൊക്കെ ഇട്ടിട്ട് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള കറിയൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ പോരാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അനിയത്തി പോകാൻ വേണ്ടിയിട്ട് അവരെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിന്ന് ഫുഡൊക്കെ കഴിച്ച് രാത്രിയാണ് പോരാറുള്ളത്. ഇന്നിപ്പം കുറച്ച് നേരത്തെ പോന്നു കേട്ടോ. അങ്ങനെ അനിയത്തിയും കുട്ടികളും അവരെല്ലാം റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനുമോൾക്കും ആദ്യമോൾക്കും എത്ര കളിച്ചിട്ടും മതിയായിട്ടുണ്ടാകുന്നില്ല കേട്ടോ. അവരൊപ്പം കൂടിയാൽ പിന്നെ അങ്ങനെയാണ്, ഇടയ്ക്ക് വഴക്കിട്ടൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അപ്പം ഏട്ടൻ്റെ കുട്ടിക്ക് പനി ഉണ്ടായിരുന്നു കേട്ടോ. 2 ദിവസമായിട്ട് അവൾക്ക് പനി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യം കണ്ടപ്പോൾ അവൾക്ക് വലിയ ഉഷാറൊന്നുമില്ല കേട്ടോ, ആ ഒരു പനിയുടെ ക്ഷീണം കാരണം. പിന്നെ അനുമോൾ മേക്കപ്പൊക്കെ ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അനിയത്തി കുട്ടികളും അവരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളും പോന്നു കേട്ടോ. ഞങ്ങളും ഈ വൈകുന്നേരം ഈ ഒരു 5 മണി ആ ഒരു ആയപ്പം ഞങ്ങളും പോന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആര്യമ്പാവ് അവിടെ എത്തിയപ്പം ഒരു അനുനും പൊന്നിനും അവിൽ മിൽക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അവിൽ മിൽക്ക് വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ ഞാനൊരു അനാറിൻ്റെ ജ്യൂസും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്